ഹലോ ഫ്രണ്ട്സ്, അപ്പൊ നമ്മളിപ്പോ മഞ്ഞുമൽ ബോയ്സ് പടം സിനിമ കണ്ടിറങ്ങിയിട്ടുള്ളൂ. ഈ ഒരു സിനിമക്ക് ഒരുപാട് പ്രതീക്ഷ വെച്ചിട്ടാണ് പോയത്. ഇനിയിപ്പോ ആരെന്തൊക്കെ പറഞ്ഞാലും പ്രതീക്ഷ ഇല്ലാതെ ആരും ഈ സിനിമക്ക് പോയിട്ടുണ്ടാവില്ല. അല്ല, പ്രതീക്ഷ നമുക്ക് എന്തായാലും നിരാശ നൽകിയിട്ടില്ല എന്ന് ഫസ്റ്റ് എടുത്ത് പറയാം. 100-ൽ 100 മാർക്ക് ഈ ഒരു സിനിമക്ക് നമ്മൾ കൊടുക്കുകയാണ് ആദ്യം തന്നെ. അതെ, കാരണം ഇതൊരു നടന്ന സംഭവമാണ്. അത് അതേപോലെ മേക്ക് ചെയ്തെടുത്തിട്ട് നമ്മളെ പ്രേക്ഷകരെ അത്ര നേരം പിടിച്ചിരുത്തുക എന്ന് പറഞ്ഞത് അതൊരു മികവുറ്റ കാര്യമാണ്. അവരുടെ ടീമിന്റെ മൊത്തം വർക്കാണ്. സെലക്ട് ചെയ്ത കഥ, അതെടുത്ത രീതി, ഈ രണ്ട് കാര്യത്തിലും ഇതിന്റെ സംവിധായകൻ 100-ൽ 100 മാർക്ക് വാങ്ങേണ്ട ഒരാൾ തന്നെ. എന്തേ? അതെ, പിന്നെ അഭിനയിച്ച എല്ലാവരും ഒരാളെ വരെ എടുത്ത് പറയാനല്ല, മോശം പറയാനില്ല, എല്ലാവരും ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എനിക്ക് കുറച്ചും കൂടി അറ്റാച്ച് തോന്നിയത്, അതായത് ഒരു ക്യാരക്ടറിനോട് ഭയങ്കര ഇഷ്ടം തോന്നിയത് സൗബിന്റെ ക്യാരക്ടർ ചില ഭാഗങ്ങളിലൊക്കെ നമ്മളെ കരയിപ്പിക്കും. ചില ഭാഗങ്ങളൊക്കെ ശരിക്കും രോമങ്ങൾ എണീറ്റിക്കാന്ന് പറയില്ലേ, രോമങ്ങൾ എണീറ്റൊക്കെ കണ്ട് തന്നെ നിറയുക. ഈ രണ്ട് കാര്യങ്ങൾ ഈ സിനിമ കാണുമ്പോ എന്തായാലും ഉണ്ടാവും. രോമം എണീറ്റ് വെക്കലും അതുപോലെ തന്നെ ഇടയ്ക്ക് കണ്ണു നിറയും. അത് ഞാന് അപ്പുറത്തിപ്പത്തിക്കുന്ന ടീംസൊക്കെ നോക്കിയപ്പോൾ ഏകദേശം എല്ലാവരും കണ്ണൊക്കെ ഒരുപോലെ സീനൊക്കെ ഗംഭീരമായിട്ട് നന്നായിട്ട് തന്നെ നമുക്ക് ടച്ച് ആയിട്ടുണ്ട്. ഇപ്പൊ എറണാകുളം ജില്ലയിലെ മഞ്ഞുമൽ എന്ന സ്ഥലത്ത് കുറച്ച് ടീം, ഒരു 9 ആള് 10 ആള് അല്ലേ, തല്ലിപ്പൊളി ടീം, നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ ഉണ്ടാവുന്ന ടീമുകൾ ഓണത്തിന് ടൂർ പോകാൻ വേണ്ടി ഒരുപാട് കാലത്തെ എന്താണ് പ്ലാനിങ് ആണ്. അങ്ങോട്ട് പോകണം, ഇങ്ങോട്ട് പോകണം, ഗോവയ്ക്ക് എന്ന് പറയുമ്പോൾ ഒരുപാട് ചെലവാണ് കണ്ടതൊക്കെ മാറ്റി വെച്ചിട്ട് കൊടൈക്കനാൽ പോകാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ കൊടൈക്കനാലിൽ പോയിട്ട് അവിടെ ഈ കൂട്ടത്തിലുള്ള ഒരാൾക്ക് ഒരു അപകടം, ആക്സിഡന്റ് സംഭവിക്കുകയാണ്. ഗംഭീരമായിട്ട് പറഞ്ഞാൽ പ്രതീക്ഷിക്കാത്ത സമയത്ത് ഒരു ആക്സിഡന്റ് സംഭവിക്കുകയാണ്. അത് നമ്മളെ ഞെട്ടിക്കും എന്നുള്ള കാര്യം, അത് നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് ആ ഒരു അപകടം സംഭവിക്കുന്നത്. ശരിക്കും തിയേറ്ററിൽ ഞെട്ടിക്കും. കാരണം നമ്മള് ഇതിപ്പോ നോർമലായിട്ട് ഇങ്ങനെ കണ്ടോണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നാണ് ഈ സംഭവം നടക്കണത്. അപ്പൊ ഈ ഒരു സംഭവം നടക്കണമെന്ന് പറഞ്ഞാൽ ഇതിപ്പോ നമുക്ക് ഈ ഒരു സിനിമയുടെ കഥ നമ്മൾ പറയല്ല, പക്ഷെ ഈ ഒരു കാര്യം നടന്ന സംഭവം ആയതുകൊണ്ട് തന്നെ ഒരുവിധ ആൾക്കാർക്കൊക്കെ എല്ലാവർക്കും ഏകദേശം മനസ്സിലാവും. എല്ലാത്ത സസ്പെൻസ് കാര്യങ്ങളൊന്നും ഇല്ല. ഈ ഒരു സംഭവം നടന്ന കാര്യമാണ്, കാരണം നടന്ന സംഭവമാണ്, അത് നമ്മളിലേക്ക് എത്തിക്കുകയാണ്. അപ്പൊ നമുക്കത് കാണുമ്പോ ഏകദേശം നമുക്ക് ആ ഒരു സിനിമയോട് വല്ലാണ്ട് അറ്റാച്ച് ആയി തോന്നും. അല്ലെ, ഇതിപ്പോ നമ്മള് കേട്ടറിവ് മാത്രമായിരിക്കും ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ കുറച്ച് ബോയ്സ് ഒരു ഗ്യാങ് ആയിട്ട് പോയിട്ട് ഇങ്ങനെ സംഭവം നടന്നുള്ള കേട്ടറിവ് ഒരുപാടുണ്ടാവും. പക്ഷെ അത് കാണിച്ചു തന്ന രീതി വളരെ നല്ല രീതിയിൽ തന്നെ എടുത്ത് കാണിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ ഒരു സ്ഥലത്ത് പോലും മടുപ്പ് തോന്നിക്കാത്ത രീതിയിൽ. ചില സമയങ്ങളിലൊക്കെ നമ്മൾ പണ്ട് ടൂർ പോയതൊക്കെ ഓർമ്മ. അതെന്തായാലും 2006-2007 കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആ ഒരു യുവാക്കൾക്ക് അറിയാം ഈ ഒരു സിനിമ എത്രത്തോളം അവരെ റിലേറ്റ് ചെയ്യുന്നു. കാരണം ഓരോ കാര്യങ്ങളും നമ്മൾ തന്നെ ചെയ്ത കാര്യം തന്നെയാണ് നമുക്ക് സിനിമകളെ കാണാൻ കഴിയുന്നത്. അതെ, ഈ ഒരു സിനിമയിൽ എന്ന് പറഞ്ഞാൽ ക്ലൈമാക്സ് ഈ അപകടത്തിൽപ്പെട്ട ആളിനെ ഈ ടീം രക്ഷിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് ഈ സിനിമ കഥ മൊത്തം പറയണത്. അതെ, അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. ഇപ്പൊ ഛായാഗ്രഹണാണെങ്കിൽ എങ്ങനെയുണ്ടായിരുന്നു കാഴ്ചകളൊക്കെ വളരെ മനോഹരമായിട്ട്. നമുക്ക് പഴയ കാലം നമ്മളെ ടൂർ പോയ ആ സമയം നമുക്ക് ഓർമ്മ വരും. കാരണം ആ ഒരു കാലഘട്ടത്തിൽ ടൂർ പോയ ആൾക്കാർക്കൊക്കെ ആ ഒരു സീൻ കാണുമ്പോൾ, അതായത് ഡ്രസ് ആണെങ്കിലും ശരി, എന്താണ് ശരി, വാച്ച് വരെ, വാച്ച്, ടവല്, അതുപോലെ എല്ലാ കാര്യങ്ങളും, CD പ്ലെയർ, എല്ലാം വളരെ അടിപൊളിയായിട്ട് നമ്മുടെ ആ ഒരു കാലഘട്ടത്തിൽ ഇതുപോലെ സംഭവിച്ചിട്ടുള്ള ആളുകൾക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കഥ തന്നെയാണ്. പിന്നെ അഭിനയിച്ച ഓരോരുത്തരും, ഇപ്പൊ ശ്രീനാഥ് ബാസി ആണെങ്കിലും ബാലു വർഗീസ് ആണെങ്കിലും സൗബിൻ ഷായർ ആണെങ്കിലും ആരാണെങ്കിലും നല്ല ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എടുത്തു പറയാൻ തോന്നിയതാണ് സൗബിൻ ഷായർ ഞെട്ടിച്ചിട്ടുണ്ട് സിനിമയിൽ. കയ്യടി, അന്തമിട്ട കയ്യടി സിനിമയിൽ നേടിയിട്ടുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു സാധനം വരാണ്ടായി. ഒരു 10 ആളുകളാണ് ഈ ഒരു ഗ്യാങ് ആയിട്ട് പോണതല്ലേ, 10 ആളാണ് പോവാൻ നിൽക്കുക. ഒരാൾ കൂടി വന്നിട്ട് അങ്ങനെ 10 പേരടങ്ങിയ ഒരു ടീമാണ് പോണത്. ശരിക്കും ആ ഒരു ടീം ഒരു വല്ലാത്തൊരു ഫ്രണ്ട്ഷിപ്പ് ആണല്ലേ, നല്ല ഒരു ചില സമയത്ത് പഴയ കാലഘട്ടം, അതായത് ചെറുപ്പകാലം കാണിക്കുന്നത്. അപ്പൊ ചെറുപ്പകാലത്തിലൂടെ എത്രയും അറ്റാച്ച് ആയിരുന്നു എന്നൊക്കെ നമുക്ക് ഈ ഒരു സിനിമയിലൂടെ കാണിച്ചിരുന്നുണ്ട്. നമുക്ക് എന്തായാലും ഈ ഒരു പടം ആര് കണ്ടാലും ആ ഒരു കാലഘട്ടം അനുഭവിച്ച ആൾക്കാർക്ക് ഏകദേശം അറിയാൻ പറ്റും. ഒരാൾ പോലും ഈ ഒരു സിനിമയെ മോശം പറയില്ല. ഗംഭീരമായിട്ടുള്ള ഒരു വിജയ ചിത്രമായിട്ട് നമുക്ക് മഞ്ഞുമൽ ബോയ്സിനെ കാണാം. ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാം. ധൈര്യത്തിൽ ടിക്കറ്റ് എടുക്കാൻ മാത്രമല്ല, തിയേറ്ററിൽ പോയി കാണണം അല്ലേ. അത് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് പടം. എന്താ രസം. നമ്മളെ ഭയപ്പെടുത്തുന്ന കാഴ്ചകളുണ്ട് ഒരുപാട്. നല്ല പേടിയാവും, കാരണം ഇങ്ങനെയൊക്കെ ഒരു ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത്. സാധാരണ സിനിമ ഉള്ള കാര്യമാണെങ്കിൽ പോലും ഇതിങ്ങനെ അനുഭവിച്ച ആൾക്കാരുടെ ഒരു മെന്റാലിറ്റി ഉണ്ടല്ലോ, അത് നമുക്ക് ചില സമയത്ത് നമുക്ക് ഇങ്ങനെ അനുഭവിച്ചറിയാൻ പറ്റും. ഇങ്ങനെയൊക്കെ നടക്കുമോ എന്നുള്ളൊരു സംശയം നമുക്ക് ഉണ്ടാവും. കാരണം സംഭവം നടന്നിട്ടുള്ളൊരു സിനിമയാണ്. അതിന്റെ ലാസ്റ്റ് ആ ടീമിനെ പ്രത്യേക കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് രക്ഷിച്ച ആൾക്ക്. സൗബിൻ ഷായറിന്റെ ഡബിൾ വിജയമാണ്. കാരണം അഭിനയിച്ചും വിജയിച്ചു, പ്രൊഡ്യൂസറും ഇതിന്റെ സൗബിൻ ഷായറും അതിന്റെ ഫാദറും കാര്യങ്ങളൊക്കെ ചേർത്തിട്ടാണ് സിനിമ നിർമ്മിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആൾക്ക് ഡബിൾ ഹാപ്പിയാണ്. നായകനായ പടവും പ്രൊഡ്യൂസറായ പടവും ശ്രദ്ധിച്ചിട്ടുണ്ടോ? കാണാൻ അങ്ങനെ വലിയൊരു ഹീറോ ലുക്കും കാരണമൊന്നും ഇല്ലെങ്കിൽ പോലും നല്ല അഭിനയ കഴിവുള്ള ഒരു അഭിനയം കൊണ്ട് ഞെട്ടിക്കാൻ അത് സൗബിന് വേറെ ലെവൽ കഴിവ് ദൈവം കൊടുത്തിട്ടുണ്ടല്ലേ. സത്യം.
അപ്പൊ എന്തായാലും ഫ്രണ്ട്ഷിപ്പ് ഇഷ്ടപ്പെടുന്ന ആളുകൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് ഇനി മറ്റൊന്നും ചിന്തിക്കണ്ട, ധൈര്യമായി സിനിമയ്ക്ക് ടിക്കറ്റ് എടുത്തോ. ഫ്രണ്ട്ഷിപ്പ് ഇഷ്ടപ്പെടുന്ന ഏതൊരാൾക്കും ഇഷ്ടപ്പെടും അല്ലെ? ഉറപ്പായിട്ട്, തീർച്ചയായിട്ടും 100% എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പൊ എന്തായാലും എല്ലാവരും തിയേറ്ററിൽ പോയി പടം കാണുക. കണ്ടവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ വീണ്ടും കാണാം. ബൈ ബൈ.